അപ്പോൾ ഇന്ന് കോഴിക്കോട് പോയൊരു വ്ളോഗാണ്. ഞങ്ങൾ ഉച്ചക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. മമ്പറത്ത് ഒന്ന് പോകണം. ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ബീച്ചിൽ പോകുന്ന ടൈമിലൊക്കെ ഞങ്ങൾ മമ്പറത്തൊന്ന് കയറാറുണ്ട്. പിന്നെ അതാ വീട്ടിൽ നിന്ന് ഞങ്ങൾ ചിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൽ ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മമ്പറത്തൊക്കെ കയറിയിട്ട് ഇതാ വണ്ടിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ വണ്ടിയിൽ വന്നിട്ട് എല്ലാവരും ഇവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും പുറത്ത് പോയിട്ട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മമ്പറത്തത്തെ മെയിനായിട്ട് നമ്മൾ മമ്പറ മുട്ടായും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ മുട്ടായി ഞാൻ 1 2 കഴിക്കും. അല്ലാതെ എനിക്ക് വലിയ ഇഷ്ടമല്ല, മധുരമായതുകൊണ്ട്. പിന്നെ അനിയത്തിയൊക്കെ വേണ്ടിയിട്ട് കുറേ എയർബെൻഡും കമ്മലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ, ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നതുകൊണ്ട്. പിന്നെ താത്തി ഇമ്മയൊക്കെ അതേമാതിരത്തെ ഓരോരോ വളകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ബീച്ചിൽ ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കാണുകയാണെങ്കിൽ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ വേഗം ബീച്ചിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഭയങ്കര സ്പീഡിലാണ് പോണത്. ജങ്കാറിൽ കയറാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അത് ഞങ്ങൾ അവിടെ എത്താനായതിനോട് എൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണി വരെയൊക്കെ ആണ് തോന്നുന്നു അവിടെ. പിന്നെ നേരെ തിരിച്ച് വേറെ വഴിക്കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കിത് സൂര്യാസ്തമയം കാണുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയതും അത് ഏകദേശം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അത് അവിടെ കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ കുറേ നോക്കി. എനിക്ക് പിന്നെ ഇങ്ങനത്തേനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം നോക്കുന്നതാണ്. പിന്നെ അതാ ഞങ്ങൾ വേഗം കടൽക്കും കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ കുട്ടികൾക്ക് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അനിയത്തി വാശി പിടിച്ചിട്ട് ഈ ഒരു ക്യാമറ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കടലിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നു. രാത്രി ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ വൈബ് തോന്നിയില്ല കേട്ടോ. എന്നുമില്ല പോലെയല്ല, ഇക്കുറി എന്തൊരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിത് ഇതിൽ കൂടെ ഒക്കെ നടന്ന് കുറേ ശംഖും കാര്യങ്ങളൊക്കെ പൊറുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ ഇരുട്ടി രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൻ്റെ അവിടെ കണ്ടാൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് വല്ലാതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പൈനാപ്പിൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നെ അതാ ഈ ഒരു ഫ്രൂട്ടിയും പിന്നെ കാടമുട്ട ഫ്രൈയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഉപ്പ വണ്ടി എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടി കുറേ ദൂരമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയനും ഉപ്പയും കൂടി അതെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ ആ റോഡിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കോഴിക്കോട് ഇതാ ഫുഡ് കോർട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നിട്ട് പിന്നെ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല മന്തി അൽഫാമൊക്കെ ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ കഴിക്കാൻ നല്ലാതെ മെയിനായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു മന്തി. പിന്നെ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പാടെ വീട്ടിലേക്ക് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.